ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കുന്നത്തെ കാശിനാഥന്റെ പാതി കൺമണി. അമ്മാമ്മ വിളിച്ചിവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. അതുകൊണ്ടാണ് വിശ്വം നിന്നോട് പോലും പറയാൻ കഴിയാത്തത്. എല്ലാം കൂടി കേട്ടപ്പോൾ അഞ്ജലിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കാശിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൊള്ളാമെടാ. വിശ്വം ചിരിച്ചുപോയി. അഞ്ജലി ഒന്ന് വിയർത്തു. നിന്റെ കൺമണിയുടെ മുന്നിൽ ഇത്രയും ഗഡ്സുള്ള ആളാണെന്ന് പറയില്ല. വിശ്വവും കാശിയും കൈ കഴുകാൻ പോകുമ്പോഴും അഞ്ജലി അവിടെ തന്നെ തറഞ്ഞു നിന്നു. കൺമണി മുറിയിലെത്തിയാണ് ശ്വാസം വിട്ടത്. ഇത്രയൊക്കെ തന്നെ കൊണ്ട് പറയാനും ചെയ്യാനും കഴിഞ്ഞല്ലോ ഭഗവതി എന്നതിൻ്റെ അന്താളിപ്പായിരുന്നു അവൾക്ക്. എങ്കിലും കാശിയുടെ മുന്നിൽ ഇനി എങ്ങനെ ധൈര്യത്തോടെ നിൽക്കും എന്നത് ചോദ്യചിഹ്നമായിരുന്നു. എൻ്റെ അല്ലേ, പിന്നെ എന്തിനാ അഞ്ജലി? ചിറ കോട്ടി പെണ്ണ്. ബെഡിൽ കയറി ഓരം ചേർന്ന് കിടന്നു. കാശി മുറിയിൽ കയറുന്നതും ഡോർ ലോക്ക് ചെയ്യുന്നതും അറിഞ്ഞുവെങ്കിലും കണ്ണിറക്കി അടച്ചു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത ആളിൻ്റെ സാമീപ്യം അറിഞ്ഞു. ശ്വാസം പിടിച്ചു കിടന്നു. കാശി അവളെ ചൊടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. കൺമണി, കൺമണി. ഒന്ന് രണ്ടാവർത്തി വിളിച്ചപ്പോൾ പിന്നെ കേൾക്കാതിരിക്കാനായില്ല. എഴുന്നേറ്റേ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. പിന്നെ കിടന്നില്ല. എഴുന്നേറ്റ് കാശിയുടെ മുന്നിൽ വന്ന് മുഖം കുനിച്ചു നിന്നു. നീ എന്താ നിലത്ത് നോക്കി നിൽക്കുന്നേ? അല്പം മുന്നേ എന്തായിരുന്നു താഴത്തെ പ്രകടനം? ഇപ്പോൾ എന്ത് പറ്റി മുഖം കുനിച്ചു നിൽക്കുന്നേ? കാശി അവളെ വലിച്ച് മടിയിലിരുത്തി. കൺമണി കണ്ണും പിഴിച്ചു നോക്കിയിരുന്നു. കാശി ഒറ്റ പുരുകമുയർത്തി എന്താണെന്ന് ചോദിച്ചു. കൺമണി വേഗം എഴുന്നേറ്റു മാറി നിന്നു. നീ എന്താ എഴുന്നേറ്റേ? ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ നിന്നോളാം. അല്പം മുമ്പ് താഴെ വെച്ച് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ എൻ്റെ മടിയിലിരുന്നത്? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞോ എഴുന്നേൽക്കാൻ? ഇല്ല. എങ്കിൽ ഇവിടെ വന്നിരിക്കെ. കാശി ഗൗരവം ഒട്ടും കുറച്ചില്ല. അത് പിന്നെ അഞ്ജലി, അവളെ കാണിക്കാൻ ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരയാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവൂ. ഇതുപോലെ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യവുമില്ല കേട്ടോ. കിടന്നോ, എനിക്ക് അല്പം കൂടി ജോലിയുണ്ട്. ഇവിടെ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് ആലോചിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. നീ കിടന്നോ. അതും പറഞ്ഞുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൺമണി ആശ്വാസത്തോടെ ബെഡിൽ കയറി കിടന്നു. പുതുതായി ബിസിനസ് തുടങ്ങുന്നതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എന്തെങ്കിലും കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത ചിന്ത അതിനെക്കുറിച്ചായിരുന്നു. ആകാശം ഇരുളാനും ഭൂമിയെ കുളിരണിയിപ്പിച്ച് മഴ പെയ്യാനും തുടങ്ങി. ചെറുതായി മിന്നലും പിന്നാലെ ഇടിയും തുടങ്ങി. കാശി എഴുന്നേറ്റ്. റൂമിൽ കൺമണി തനിച്ചാണ്. ബാംഗ്ലൂരിൽ നിന്നും ചെറിയൊരു വീഡിയോ കോൺഫറൻസ് അടുത്ത അരമണിക്കൂറിനുള്ളിലുണ്ട്. അത് കഴിഞ്ഞ് കിടക്കാൻ പോകാമെന്നാണ് കരുതിയത്. പക്ഷേ മഴയും ഇടിയും ഇങ്ങനെ ആയപ്പോൾ കൺമണിക്ക് പേടിയാണ്. കാശിക്ക് ആകെ അസ്വസ്ഥതയായി. എന്നാൽ വിശ്വവും അഞ്ജലിയും മഴ ആസ്വദിക്കുന്ന തിരക്കിലാണ്. ഇരുവരും കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിക്കുന്നു. വിശ്വത്തിനൊപ്പം മഴ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അഞ്ജലിയുടെ നോട്ടം മുഴുവനും കാശിയുടെ മേലെയാണ്. ഇളം ബ്രൗൺ റൗണ്ട് കോളർ ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് വേഷം. വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ച ബോഡി. ഇരു കൈയും പാൻസിൻ്റെ പോക്കറ്റിലിട്ടാണ് നിൽപ്പ്. പെട്ടെന്നാണ് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഇടിശബ്ദം മുഴങ്ങിയത്. കാശി വേഗം ഗോവണിക്ക് നേരെ തിരിഞ്ഞതും മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം ഉരുണ്ടു വന്ന് നെഞ്ചത്തിടിച്ച് വീണു. ബാലൻസ് തെറ്റി കാശി പിന്നിലേക്ക് വേച്ചു. വലം കൈ കൊണ്ട് കൺമണിയെ ഇടുപ്പോട് ചേർത്തതും ഇടം കൈ ഗോവണിയിലും അമർത്തിപ്പിടിച്ചു വീഴാതെ നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശ്വത്തിനും അഞ്ജലിക്കും മനസ്സിലായില്ല. പെട്ടെന്ന് കാശി അവളെയും ചേർത്ത് പിടിച്ച് നേരെ നിന്നു. കണ്ണ് രണ്ടും ഇറുക്കി അടച്ച് കാശിയുടെ ടീഷർട്ടിൽ വലിച്ചു പിടിച്ച് നിൽപ്പുണ്ട് പെണ്ണ്. എന്താടാ, എന്തു പറ്റി കൺമണിക്ക്? വിശ്വം കാശിയുടെ അടുത്തേക്ക് വന്നു. സുഖമില്ലേ? ഇല്ലടാ, ഒന്നുമില്ല. ആൾക്കിടിയും മിന്നലും പേടിയാണ്. ഹഹാ. വിശ്വത്തിന് ചിരി വന്നു. അതാണോ? അഞ്ജലി കൺമണി കാശിയുടെ മേലെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഉറങ്ങിയില്ലേ മക്കളെ നിങ്ങളാരും? അമ്മാവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇല്ലമ്മാമേ, ഒരു മീറ്റിംഗ് ഉണ്ട്, അല്പം കൂടി വൈകും. അപ്പോഴാണ് കാശിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കൺമണിയെ കാണുന്നത്. മോൾക്കും മീറ്റിംഗ് ഉണ്ടോ? അമ്മാവൻ കൺമണിയെ നോക്കി. എന്നാൽ കൺമണി മുഖമുയർത്തുകയോ കണ്ണ് തുറക്കുകയോ ചെയ്യുന്നില്ല. അമ്മാമ്മയുടെ കൺമണി മോൾക്ക് ഇടിയും മഴയും ഒക്കെ പേടിയാണ് കേട്ടോ. പകുതി കളിയായും കാര്യത്തിലും കാശി പറഞ്ഞു. ഉവ്വോ. നാണക്കേടായി. കൺമണി കാശിയുടെ ടീഷർട്ടിൽ നിന്നും പിടി അയച്ചു മാറ്റി മാറി നിന്നു. എന്നിട്ട് എല്ലാ പേരെയും മാറി മാറി നോക്കി. വിശ്വത്തിൻ്റെയും അമ്മാവിൻ്റെയും മുഖത്ത് ചിരിയാണെങ്കിൽ
അഞ്ജലിയുടെ മുഖത്ത് അവളോടുള്ള പരിഹാസമാണ്. അത് കണ്ടപ്പോൾ കൺമണിക്ക് വിഷമം തോന്നി. അവൾ അകന്നു മാറുന്നത് കണ്ടപ്പോൾ കാശി അവളുടെ കയ്യിൽ കൊരുത്ത് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി. കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അത്രമാത്രം ഭയന്ന്. കാശി കൺമണിയെയും കൊണ്ട് അടുത്തുള്ള സോഫയിലിരുന്നു. വലം കൈ കൊണ്ട് മൊബൈലിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിലും ഇടത് കൈ അവളുടെ കൈയോട് ചേർത്ത് പിടിച്ചിരുന്നു. കൺമണിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാൽ പേടിയുമാണ്. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ വിശ്വത്തിന് സന്തോഷം തോന്നി. അപ്പോഴും അഞ്ജലിയുടെ മുഖം വീർത്ത് കെട്ടി തന്നെ ഇരുന്നു. ഒരു മേക്കപ്പും ചെയ്തിട്ടില്ലെങ്കിലും കൺമണിയെ കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ്. കാലിൽ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന പാദസരം അസൂയ തോന്നി അഞ്ജലിക്ക്. ഇതിനിടയിൽ കൺമണി ഉറക്കം തൂങ്ങാൻ തുടങ്ങി. കാശിയുടെ തോളിൽ മുഖം ചേർത്തവൾ ഉറങ്ങി. 3 പേരും ഒരുമിച്ചാണ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ കൺമണി ഉറങ്ങിയപ്പോൾ കാശി അവൻ്റെ ലാപ്പിൽ നിന്നും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. വിശ്വവും അഞ്ജലിയും ഒരുമിച്ചിരുന്നു. മീറ്റിംഗ് ടൈം ആയപ്പോൾ കാശി കൺമണിയെ സോഫയിൽ ചായച്ചു കിടത്തി. അമ്മയുടെ റൂമിൽ നിന്ന് ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു കൊടുത്തു. വിശ്വം അവൻ്റെ പ്രവർത്തികൾ നോക്കിയിരുന്നു പുഞ്ചിരിയോടുകൂടി. ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു മീറ്റിംഗ് കഴിയാൻ. വിശ്വം കാശിയുടെ അടുത്തേക്ക് വന്നു. കൺമണിക്ക് എന്താടാ ഇടിയും മഴയും ഇത്രയും പേടി? പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇടിയിലും മഴയിലും സ്കൂൾ കെട്ടിടം തകർന്നു വീണ് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി മരിച്ചു. അതിനുശേഷം വല്ലാത്ത പേടിയാണ്. അത് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കൺമണിയെ തന്നെ വിശ്വം അല്പനേരം നോക്കി നിന്നു. ഓക്കേടാ, ഗുഡ് നൈറ്റ്. കൺമണിയെ ഉണർത്താതെ കാശി എടുത്ത് സ്റ്റെയർ കയറി ബെഡിൽ കൊണ്ട് കിടത്തി. ഫ്രഷായി തിരികെ വന്ന് അവളുടെ അടുത്ത് കിടന്നു. അപ്പോഴേക്കും പതിവ് പോലെ മുഖം അവൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു കൺമണി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാശി കൺമണിയെ പിടിച്ചടുത്തിരുത്തി പ്ലേറ്റിൽ വിളമ്പിക്കൊടുത്തു. എല്ലാവരും അത് ശ്രദ്ധിച്ചു. കാശി, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയാലോ? ചെറിയൊരു ഷോപ്പിംഗ് മറ്റുമായി. എന്തായാലും നാളെ തിരികെ പോകണ്ടേ? നീ ഞങ്ങൾക്കൊപ്പം വരുന്നില്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. കാശി തിരികെ പോകുന്നു എന്ന് കേട്ടപ്പോൾ കൺമണിക്ക് വിഷമം തോന്നി. അവൾ പെട്ടെന്ന് കഴിപ്പ് നിർത്തി. കാശി അത് കണ്ട് അവളുടെ കയ്യിൽ പതിയെ നുള്ളി. കൺമണി വീണ്ടും കഴിപ്പ് തുടങ്ങി. എല്ലാവരും കഴിച്ചെഴുന്നേറ്റപ്പോൾ കൺമണി രാഗിണിയെ സഹായിക്കാനായി അടുക്കളയിൽ കയറി. കാശി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് കൺമണിയെ അമ്മയുടെ റൂമിൽ നോക്കിയിട്ടും കണ്ടില്ല. അമ്മാവൻ്റെ കൂടെ ആ പറമ്പിലെങ്ങാനും കാണും. ഒരു നേരം വെറുതെ ഇരിക്കില്ല ആ കുട്ടി. അമ്മ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. കാശി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കണ്ടു അമ്മാവൻ്റെ കയ്യിൽ തൂങ്ങി പറമ്പിലൂടെ നടക്കുന്ന കൺമണിയെ. കൺമണി, ഓ അച്ഛാ വരൂ, കാശിയേട്ടൻ വിളിക്കുന്നു. അത് നിന്നെയാണ് കുട്ടി, എന്നെയല്ല. കളിയാക്കണ്ട, വരൂ. അമ്മാവൻ്റെ കയ്യിൽ തൂങ്ങിയാണ് വരവ്. ഞാനൊന്ന് പുറത്തേക്ക് പോകുവാണ്, താനും കൂടി വരൂ. ഞാനെന്തിനാ? ഞാൻ വരുന്നില്ല. അത് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്തിനാ കുട്ടി വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പോയി റെഡിയായി വരൂ. അമ്മാവനും കൂടി പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. തൊട്ട് പിന്നാലെ തന്നെ കാശിയും മുറിയിലെത്തി. അതെ, കണ്ണിക്കണ്ട സാരിയൊന്നും വാരി വലിച്ച് ചുറ്റാൻ നിൽക്കണ്ട. എന്തെങ്കിലും ചുരിദാർ എടുത്തിട്ടാൽ മതി. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വരേണ്ട കാര്യമുണ്ടോ കാശിയേട്ടാ? അവർക്കത് ഇഷ്ടമാവില്ല. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വരേണ്ട കാര്യമുണ്ടോ കാശിയേട്ടാ? അവർക്കത് ഇഷ്ടമാവില്ല. അവരുടെ ഇഷ്ടം നോക്കിയല്ല ഞാൻ എൻ്റെ ഭാര്യയെയും കൂട്ടി പുറത്തു പോകുന്നത്. വേഗം റെഡിയായി വാ. കൺമണി അലമാര തുറന്ന് ആകാശ നീല ചുരിദാർ എടുത്തിട്ടു. സൈഡിൽ നിന്നും അല്പം മുടിയെടുത്ത് ചെറിയൊരു ക്ലിപ്പ് ഇട്ട് വെച്ചു. ബാക്കി മുടി മുഴുവനും വിടർത്തിയിട്ടു. നെറുകയിൽ അല്പം സിന്ദൂരം, കയ്യിൽ ഓരോ വളയും. ഷോൾ വൺ സൈഡ് ഇട്ട് പിടിച്ചു. അവൾ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അഞ്ജലി കണ്ണും മിഴിച്ച് കൺമണിയെ തന്നെ നോക്കി നിന്നു. ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? അഞ്ജലിയും വിശ്വവും അവർ വന്ന വണ്ടിയിൽ കയറി. കാശി, നീ കയറുന്നില്ലേ? വേണ്ട, ഞാൻ വണ്ടി എടുത്തോളാം. കാശി കാറെടുക്കുമെന്നാണ് കൺമണി കരുതിയത്. എന്നാൽ അവൻ നേരെ ഷെഡിലിരിക്കുന്ന ബുള്ളറ്റാണ് പുറത്തേക്ക് എടുത്തത്. കൺമണിയുടെ കണ്ണ് രണ്ടും വിടർന്നു, മുഖത്ത് സന്തോഷം നിറഞ്ഞു. കാശി ബൈക്ക് അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും കൺമണി ബൈക്കിൽ കയറി. കാശി കാർ എടുക്കുമെന്നാണ് കൺമണി കരുതിയത്. എന്നാൽ അവൻ നേരെ ഷെഡിലിരുന്ന ബുള്ളറ്റാണ് എടുത്തത്. കൺമണിയുടെ കണ്ണ് രണ്ടും വിടർന്നു, മുഖത്ത് സന്തോഷം നിറഞ്ഞു. കാശി ബൈക്ക് അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും കൺമണി ബൈക്കിൽ കയറി. കാശി പെട്ടെന്ന് വണ്ടി മുന്നോട്ട് എടുത്തതും കൺമണി അവൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു. കാശി വേഗത കുറച്ചപ്പോൾ കൺമണി അവന്മേലുള്ള പിടി ലൂസാക്കി. വളരെ പതിയെയാണ് കാശി വണ്ടി ഓടിച്ചത്. കാരണം കൺമണി ആദ്യമായാണ് ബൈക്കിൽ കയറുന്നത്. ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി കാശി ബുള്ളറ്റ് പാർക്ക് ചെയ്യാനായി പോയി. കൺമണി അവനെയും കാത്ത് പുറത്തു തന്നെ നിന്നു. അപ്പോഴാണ് അഞ്ജലിയും വിശ്വവും അവിടേക്ക് വന്നത്. എവിടെ കാശി? വിശ്വം കൺമണിയോട് ചോദിച്ചു. കാശിയേട്ടൻ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കാശി വന്നു. അഞ്ജലിയും കാശിയും വിശ്വവും കൂടി എന്തൊക്കെയോ സംസാരിച്ച് അകത്തേക്ക് കയറിപ്പോയി.
കൺമണി പിന്നാലെ ചെന്നു. ആദ്യം അവർ വിശ്വത്തിന് എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ അഞ്ജലി ഓരോരോ കടകളായി കയറി ഇറങ്ങി. കാശിയും വിശ്വവും പിന്നാലെ ഓരോന്ന് സംസാരിച്ച് നടന്നു. പെട്ടെന്നൊരു മൊബൈൽ ഷോപ്പ് കണ്ടപ്പോൾ കാശി അതിൻ്റെ മുന്നിൽ നിന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണി പിന്നാലെയുണ്ട്. ഇത്രയും നേരം അവളെ നോക്കാത്തതിൻ്റെ പരിഭവം ആ മുഖത്തുണ്ട്. പിന്നെ കയ്യിൽ കൊരുത്ത പിടിച്ചപ്പോൾ പെണ്ണ് കൈ തട്ടി മാറ്റി മുഖം കൂർപ്പിച്ചു. കാശി അവളുടെ പിണക്കം വകവയ്ക്കാതെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അടുത്തുള്ള മൊബൈൽ ഷോപ്പിലേക്ക് കയറി. അവിടുന്ന് സാംസങ് ഗാലക്സിയുടെ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ അവൾക്ക് വേണ്ടി വാങ്ങി. അപ്പോൾ തന്നെ ഒരു സിം കാർഡും എടുത്തു. ഫോൺ വാങ്ങിയതും കൺമണിയുടെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. സാംസങ്ങിൻ്റെ തന്നെ കീപാഡുള്ള മറ്റൊരു ഫോണും കൂടി വാങ്ങി. അതിലും ഒരു സിം കാർഡ് എടുത്തു. എന്തിനാടാ ഈ ഫോൺ? വിശ്വമാണ് അത് ചോദിച്ചത്. കൺമണിയുടെ അമ്മയുടെ ഫോൺ ചീത്തയായിരിക്കുകയാണ്, ഇത് അമ്മയ്ക്ക് കൊടുക്കാനാണ്. അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു. മൊബൈൽ വാങ്ങി നേരെ അടുത്ത് കണ്ട ചെരുപ്പ് കടയിലേക്ക് കയറി. അവിടെ നിന്ന് കൺമണിക്ക് 2-3 ജോഡി ചെരുപ്പ് വാങ്ങി. സെയിൽസ്മാൻ ഓരോ മോഡലും എടുത്ത് അവളുടെ കാലിലേക്ക് വെക്കുമ്പോൾ കൺമണി അയാളെ തൊടാൻ പോലും സമ്മതിക്കാതെ അവൾ തന്നെ ഇട്ട് കാണിച്ചു. അതൊക്കെ കാണുമ്പോൾ കാശിക്ക് ചിരിയാണ്. ചെരുപ്പ് വാങ്ങി നേരെ ലേഡീസ് ഷോപ്പിലേക്ക് കയറി. അവൾക്ക് ഡെയിലി യൂസിനുള്ള ലെഗിൻസും പലാസയും കുർത്തയും മറ്റും വാങ്ങി. ഒരു സെയിൽസ് ഗേളിനെ അടുത്ത് വിളിച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്ത് കൊടുക്കുന്നതിനും ഏർപ്പാട് ചെയ്തിട്ട് കാശി അപ്പുറത്തേക്ക് മാറി നിന്നു. അവർ ഓരോരോ മോഡലായി കാണിച്ചു കൊടുക്കുമ്പോഴും കൺമണി അതിൻ്റെ വിലയാണ് നോക്കിയത്. വിലയൊക്കെ കാണുമ്പോൾ പെണ്ണിൻ്റെ കണ്ണ് തള്ളി വരുന്നു. ഇതൊരു നടയ്ക്ക് പോകില്ലെന്ന് മനസ്സിലാക്കിയ കാശി സെയിൽസ് ഗേളിൻ്റെ അടുത്തേക്ക് ചെന്ന് അതെല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാഷും കാർഡും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. തിരക്കുള്ള സമയമായതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് കാശി നടന്നത്. ഏകദേശം 3 മണിക്കൂറായി മാളിൽ കയറിയിട്ട്. എനിക്ക് വിശക്കുന്നു. കൊച്ചു പിള്ളേരെ പോലെ നടപ്പ് നിർത്തി അവൾ ഒരു ഫ്ലോറിൽ നിന്നു. കാശിക്ക് അത് കണ്ടപ്പോൾ ചിരി വന്നു. വിശ്വം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കൺമണിയെയും ചേർത്ത് പിടിച്ച് കാശി വിശ്വത്തിനടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഞാനും നിന്നോട് പറയാനിരിക്കുമായിരുന്നു. കാശി കൺമണിയെയും കൂട്ടി അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഫാമിലി റൂമായിരുന്നു. കാശിയും കൺമണിയും അടുത്തടുത്തായി. കൺമണി കാശിയെ തോണ്ടി വിളിച്ചു. എനിക്ക് മസാല ദോശ മതി കേട്ടോ കാശിയേട്ടാ, അവൻ്റെ കാതിൽ പതിയെ പറഞ്ഞു. കാശിക്ക് അത് കേട്ട് ചിരി വന്നു. അത്രയും വലിയ ഹോട്ടലിലൊക്കെ കൺമണി ആദ്യമായി കയറുന്നതായി. അതിൻ്റെ കൗതുകം മുഴുവനുമുണ്ട് അവളുടെ മുഖഭാവത്തിൽ. അവൾക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി കാശി നോക്കി കണ്ടു. അപ്പോഴേക്കും അവർക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിരുന്നു. കാശി കൺമണിയുടെ നേർക്ക് ഫുഡ് നീക്കി വെച്ചു. കഴിക്കാൻ കണ്ണു കാണിച്ചു. കൺമണി ആസ്വദിച്ചു കഴിച്ചു. അവൾ കഴിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയായിരുന്നു. വിശ്വവും നോക്കിയിരുന്നു പോയി അവൾ കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും കാശിയുടെ കാതോരം വന്നു. 3 ദോശ പാർസൽ പറയുമോ കാശിയേട്ടാ? കാശി കണ്ണു മിഴിച്ചു നോക്കി. എനിക്കല്ല, അമ്മയ്ക്കും അച്ഛയ്ക്കും രാഗിണി ചേച്ചിക്കുമാണ്. കുട്ടികളെപ്പോലെ കണ്ണുരുട്ടിക്കൊണ്ടാണ് അവൾ പറയുന്നത്. പൈസ ഇല്ലാച്ചാൽ വേണ്ട കേട്ടോ. അതും പറയാൻ മറന്നില്ല പെണ്ണ്. അപ്പോൾ തന്നെ കാശി പാർസൽ പറഞ്ഞു. ഇനി എന്തെങ്കിലും വേണോ? ബാക്കി 3 പേരും കോഫി ഓർഡർ ചെയ്തു. കോഫി വേണ്ടേ കൺമണി? വിശ്വൻ ചോദിച്ചു. പിന്നെയും കൺമണി കാശിയെ തോണ്ടി വിളിച്ചു. എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ കാശിയേട്ടാ? അവളോട് വാത്സല്യമാണ് അപ്പോൾ അവന് തോന്നിയത്. കൈ കഴുകിയിട്ട് വാ. കാശി കൺമണിയെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. കാശി പറയുമ്പോൾ കൺമണി കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി. തിരികെ വരുമ്പോൾ അവൾ ഇരിക്കുന്ന ഭാഗത്ത് ഐസ്ക്രീം. ആഹാ, കാശി ഓർഡർ ചെയ്തിരുന്നോ? അഞ്ജലി വേഗം തന്നെ ഐസ്ക്രീം കയ്യെത്തിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. അഞ്ജലി എന്ത് പണിയാ കാണിച്ചത്? അത് കാശി കൺമണിക്ക് വേണ്ടി വാങ്ങിയതാണ്. വിശ്വത്തിന് അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ ദേഷ്യം വന്നു. സാരമില്ല കൺമണിക്ക് ഞാൻ വേറെ പറയാം. അത് കേൾക്കേണ്ട താമസം എനിക്ക് വേണ്ട, കൺമണി പറഞ്ഞു. അപ്പോഴേക്കും കണ്ണും നിറഞ്ഞു. ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങി ബൈക്കിലിരിക്കുമ്പോൾ അവളുടെ മുഖം വീർത്തു തന്നെ ഇരുന്നു. കാശിക്ക് അഞ്ജലിയോട് ദേഷ്യം തോന്നി. എത്ര സന്തോഷിച്ചിരുന്നതാ. പെട്ടെന്ന് വണ്ടി സൈഡ് ചേർത്ത് നിർത്തി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് കാശി പോയി വേഗം തിരികെ വന്നു. വീട്ടിലെത്തിയപ്പോൾ ബൈക്കിൽ നിന്നിറങ്ങി നേരെ അടുക്കളയിൽ ചെന്ന് പാത്രമെടുത്ത് ദോശ വിളമ്പി അമ്മയെയും അമ്മാവനെയും ഡൈനിങ് ടേബിളിൽ ഇരുത്തി. മോള് കഴിച്ചോ? ഉവ്വ്, ഞാൻ കഴിച്ചേ. എന്നാലും അച്ഛൻ്റെ വക ഒരു വായ. അച്ഛൻ്റെ കൈ വായിക്ക് നേരെ നീളുമ്പോൾ അതവൾ വാങ്ങിക്കഴിച്ചു. അപ്പോൾ അമ്മയും കൊടുത്തു. ഇത് ഞാൻ രാഗിണി ചേച്ചിക്ക് കൊടുക്കട്ടെ? അവരുടെ കയ്യിലും പൊതി കൊണ്ടു കൊടുത്തു കൺമണി. ഞാനേ ഈ വേഷം മാറിയിട്ട് വരാവേ പറഞ്ഞുകൊണ്ട് അവൾ വേഗം അകത്തേക്ക് പോയി. കാശി ചൊല്ലുമ്പോൾ വേഷം മാറിക്കഴിഞ്ഞു. കാശി ഡോർ ലോക്കാക്കി അവളുടെ മുന്നിൽ വന്നു നിന്നു. എന്തിനാ എന്നോട് പിണങ്ങി നടക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ വേറെ ഐസ്ക്രീം പറയാമെന്ന്. എനിക്ക് വേണ്ട, ആ കൊതിച്ചിക്ക് വാങ്ങിക്കൊടുക്ക്, തികയട്ടെ ആർത്തി പണ്ടാരത്തിന്. പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയുടെ ലോക്ക് തുറക്കാൻ നോക്കി. കാശി അവളുടെ കൈ പിടിച്ച് ബെഡിലിരുത്തി കയ്യിൽ ഒരു പാക്കറ്റ് വെച്ച് കൊടുത്തു. കൺമണി അത് തുറന്നു നോക്കി. ടെൻഡർ കോക്കനറ്റിൻ്റെ ഐസ്ക്രീം.
പെട്ടെന്ന് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. കാശി അവൾ കഴിക്കുന്നത് നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ അവൻ്റെ വായ്ക്ക് നേർക്കും നീട്ടും. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഐസ്ക്രീം ഫിനിഷ്. രാത്രിയിൽ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ കൺമണി എഴുന്നേറ്റ് വന്നില്ല. എവിടെ രാഗിണി മോൾ? വന്നില്ല പത്മേട്ടത്തി, കിടക്കുവാണ്. കുട്ടാ, നീ പോയി മോളെ വിളിച്ചിട്ട് വാ. കാശി ചെല്ലുമ്പോൾ കൺമണി മൂടി പുതച്ച് കിടക്കുവാണ്. ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ വിറയ്ക്കുന്നു. തൊട്ടു നോക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂട്. ഈശ്വര, ഐസ്ക്രീം മുഴുവൻ ഒറ്റ ഇടുപ്പിരുന്ന് കഴിച്ചു കൊതിച്ചി. അമ്മയോടും അമ്മാമ്മയോടും എങ്ങനെ പറയും ഈ കുരുപ്പിന് പനിയാണെന്ന്? കൺമണി, അടുത്തിരുന്ന് വിളിച്ചു കാശി. പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. എനിക്ക് വയ്യ കാശിയേട്ടാ, മേലാകെ വേദനിക്കണു, കിടക്കണം. കൺമണിയുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു. അവളുടെ അവശത കാശിക്ക് മനസ്സിലായി. കണ്ണേ, ഹോസ്പിറ്റലിൽ പോകാൻ എഴുന്നേൽക്ക്. വേണ്ട. കാശി കൺമണിയെ കയ്യിൽ കോരിയെടുത്ത് സ്റ്റെയർ ഇറങ്ങി. അയ്യോ, എന്താ എന്താ എൻ്റെ കുട്ടിക്ക്? അമ്മാമ്മ കാശിയുടെ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല അമ്മാമ്മേ, നല്ലോണം പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അമ്മ വേഗം വീൽ ചെയർ തിരിച്ച് കാശിയുടെ അടുത്തേക്ക് വന്ന് കൺമണിയെ തൊട്ടു നോക്കി. നല്ലോണം പനിക്കുന്നുണ്ടല്ലോ കുട്ടാ, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വിശ്വം, നീ വണ്ടി ഇറക്കുമോ? കാശി വിശ്വത്തെ നോക്കി. വിശ്വം വണ്ടി ഇറക്കി. അമ്മാവനും വിശ്വവും ഫ്രണ്ടിലും കാശി കൺമണിയെയും കൊണ്ട് പിന്നിലും കയറിയിരുന്നു. കൺമണി കാശിയുടെ നെഞ്ചിൽ മുഖം ചേർത്തിരുന്നു. അവളുടെ വായിൽ നിന്ന് ചൂട് നിശ്വാസം അവൻ്റെ നെഞ്ചിലേറ്റു. വണ്ടി നിർത്തിയ ഉടനെ കാശി കൺമണിയെയും എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് പോയി. അപ്പോൾ തന്നെ പനി ചെക്ക് ചെയ്തു. ഹൈ ടെമ്പറേച്ചറാണ്. വേഗം ഇഞ്ചക്ഷൻ കൊടുത്തു. ഇടയ്ക്ക് പനി കൂടി. അച്ഛേ, അമ്മേ എന്നൊക്കെ വിളിച്ചു. ഒടുവിൽ പുലർച്ചെ 3 മണിവരെ ഒബ്സർവേഷനിലായിരുന്നു. അതിനുശേഷമാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അമ്മയും രാഗിണിയും ഹോസ്പിറ്റലിൽ പോയവരെ കാത്ത് ഉറങ്ങാതെയിരുന്നു. എന്നാൽ അവർ പോയപ്പോൾ തന്നെ അഞ്ജലി കയറി കിടന്നു. തിരികെ വരുമ്പോഴേക്കും നടക്കാൻ വയ്യായിരുന്നു കൺമണിക്ക്. കാശി തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത്. അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു കൺമണിയെ അവരുടെ റൂമിൽ കിടത്തിയാൽ മതി, സുഖമില്ലാത്ത കുട്ടിയെ ഒറ്റയ്ക്ക് മുകളിൽ കിടത്തണ്ടെന്ന്. അങ്ങനെ കൺമണിയെ അമ്മയുടെ റൂമിലുണ്ടായിരുന്ന കട്ടിലിൽ കിടത്തി. തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്മയുടെ കട്ടിലും. എൻ്റെ അടുത്താകുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാമല്ലോ എന്നായിരുന്നു അമ്മയുടെ പക്ഷം. ഷീറ്റ് വലി അവളെ പുതപ്പിച്ചുകൊണ്ട് കാശി റൂമിലേക്ക് പോയി. ക്ഷീണം കാരണം കൺമണി സുഖ ഉറക്കത്തിലായി. അവളെ അമ്മയുടെ അടുത്താക്കി റൂമിലേക്ക് ചെന്ന് കിടന്നിട്ടും കാശിക്ക് എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ ഉടനെ കൺമണിയെ കാണാൻ റൂമിലേക്ക് പോയി. വിശ്വത്തിൻ്റെയും കൂടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കാശിക്ക് പോകേണ്ടി വന്നു. അന്ന് കാശിയെ കാണാഞ്ഞ് അവൾ ഒന്നും കഴിച്ചില്ല. ഇടയ്ക്ക് അച്ഛനും അമ്മയും നിർബന്ധിച്ച് അവളെ അല്പം കഞ്ഞി കുടിപ്പിച്ചു. രാത്രിയിൽ ഏറെ വൈകിയാണ് കാശി വന്നത്. ഇന്ന് മുഴുവൻ നിന്നെ കാണാത്തതിൻ്റെ പിണക്കമായിരുന്നു കുട്ടാ. ഭക്ഷണമൊന്നും കഴിച്ചില്ല. കുഞ്ഞി പിള്ളേരേക്കാൾ വാശിയും കുറുമ്പും, അമ്മാമ്മയും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കാശി തൊട്ടു നോക്കുമ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട്. കാശി ബെഡിൽ നിന്നും കൺമണിയെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി അവരുടെ മുറിയിൽ കൊണ്ട് കിടത്തി. വാഷ്റൂമിൽ പോയി വന്ന് കിടന്നു. കിടക്കാൻ നേരം അവളെ നെഞ്ചിൽ ചേർത്ത് കിടത്താനും മറന്നില്ല. നിന്നോടിപ്പോൾ എനിക്ക് ഒരുപാട് വാത്സല്യമാണ് കണ്ണേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുത്ത് കാശി കിടക്കുന്നു. രാത്രിയിൽ എടുത്തുകൊണ്ട് വന്നതാണെന്ന് പെണ്ണിന് മനസ്സിലായി. എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി. എന്നിട്ട് കിടക്കുമ്പോൾ കെട്ടിപ്പിടിക്കാൻ ഞാൻ വേണം. അവൾ കൈയെടുത്തു മാറ്റി. എവിടേക്കാ കണ്ണാ? പിണക്കമാണോ? ഞാൻ കാശിയേട്ടനോട് പിണക്കാണ്. ഇന്നലെ എന്നോട് പറയാണ്ട് പോയില്ലേ? അത് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. കാശിയേട്ടൻ ബാംഗ്ലൂർക്ക് പോകണുണ്ടോ? ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ 3 പേരും കൂടി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് എന്തായാലും കുറച്ച് ദിവസം പോയേ മതിയാകൂ. പെട്ടെന്ന് കൺമണിക്ക് സങ്കടം വന്നു. അവൾ വേഗം വാഷ്റൂമിലേക്ക് പോയി. അന്ന് വൈകുന്നേരത്തോടെയാണ് കാശിയും മറ്റുള്ളവരും പോകാൻ തീരുമാനിച്ചിരുന്നത്. കൺമണി തന്നെയാണ് കാശിയുടെ ഡ്രസ്സും സാധനവും ഒക്കെ ബാഗിനകത്താക്കിയത്. എന്നിട്ട് മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടന്നു. ഇറങ്ങാൻ സമയമായപ്പോൾ കാശി കൺമണിയെ തിരക്കി. ഇത്രയും നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കാശി നേരെ റൂമിലേക്ക് പോയി. മുറിയിൽ കയറിയപ്പോൾ കണ്ടു ജനലോരം നിൽക്കുന്നവളെ. ഞാൻ പോയിട്ട് വേഗം വരില്ലേ കണ്ണേ? കാശിയേട്ടൻ എപ്പോഴാണ് വരുന്നേ? അവിടുത്തെ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് വരും. ഞാൻ ഈ മുറിയിൽ കിടക്കണ്ട, അമ്മയുടെ കൂടെ മുറിയിൽ പോയി കിടന്നോളണം കേട്ടോ. അല്ലെങ്കിൽ ഇടിയിലും മഴയിലും കണ്ണന് പേടിയാവും. സമയത്തിന് ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം, വാശി കാണിക്കരുത്. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ കാശിയേട്ടൻ പോണേ? ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു. ആര് പറഞ്ഞു എനിക്കിഷ്ടമില്ലെന്ന്? ആദ്യം ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിന്നെ മാത്രമാണ് ഇഷ്ടം. സത്യം? കാശിയുടെ നേർക്ക് വലത് കൈ നീട്ടിപ്പിടിച്ചു. കുന്നത്ത് ഭഗവതിയാണ് സത്യം. എൻ്റെ കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഇവിടെ ഒരു ഉമ്മ തരാവോ? ഇടം കൈയിലെ ചൂണ്ടുവിരൽ കവിളിൽ ചേർത്ത് കൺമണി ചോദിക്കുമ്പോൾ കാശി പെട്ടെന്ന് അവളുടെ കയ്യിൽ ചേർത്ത് വെച്ച കൈ പിൻവലിച്ചു.
ഒന്നും മിണ്ടാതെ നടന്നുപോയി. കൺമണി പിന്നാലെ ചെല്ലുമ്പോൾ കാശിയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി.